ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരല്പം ഉപ്പുപൊടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാജിക്കുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യമായി പറയുന്നത് ഇതുപോലെ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ, ഓയിലിൻ്റെ ബോട്ടിലൊക്കെ പ്രത്യേകിച്ച് എടുക്കുന്ന സമയത്ത് കൈകളിൽ വഴുവഴുപ്പ് ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ ഈ വഴുവഴുപ്പ് പോകാൻ നമുക്ക് ഒരല്പം ഉപ്പുപൊടി ഇങ്ങനെ കയ്യിലിട്ടതിന് ശേഷം ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കയ്യിൽ വഴുവഴുപ്പ് പറ്റാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് പറയുന്നത് ഇടിക്കല്ലിലെ ബാഡ് മാറ്റാനുള്ള നല്ലൊരു ടിപ്പാണ്. ഒരല്പം ഉപ്പുപൊടി അതിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് കുത്തി ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം കഴുകി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇടിക്കല്ലിൽ ബാഡ് സ്മെല്ലൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൈകളിലൊക്കെ ഇറച്ചി മീനൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും തീർച്ചയായും ബാഡ് സ്മെൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ടിപ്പാണ് ഒരല്പം ഉപ്പുപൊടി എടുത്തതിന് ശേഷം കൈകളിലൊക്കെ നന്നായി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകുന്നത്. ഇങ്ങനെ കഴുകി എടുക്കുകയാണെങ്കിലും ഇതുപോലെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ബക്കറ്റിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് 2 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വെള്ളത്തിന് ഒരു ഒട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒട്ടലില്ലാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പുപൊടി ഇട്ട് വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ബക്കറ്റിലുള്ള ഒട്ടൽ പ്രത്യേകിച്ച് വഴുവഴുപ്പ് ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ സാധാരണ ഇതുപോലെ കടലൊക്കെ വെക്കുന്ന പ്രത്യേകിച്ച് ചെറിയ ബക്കറ്റുകളിലൊക്കെ തീർച്ചയായും ചെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും ഏകദേശം ഒരല്പം ഉപ്പുപൊടി ഇതുപോലെ വിതറിക്കിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ചെല്ല് കൂടാതിരിക്കാൻ പറ്റും. സാധാരണ കടലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ല് കാണാറുണ്ട്. 2 കടലയിലും ചെല്ല് കാണാറുണ്ട്. അപ്പോൾ പ്രാണികളൊക്കെ കടക്കാതിരിക്കാൻ ഒരല്പം ഉപ്പുപൊടി ഏത് പാത്രത്തിലാണോ നമ്മൾ ഇട്ട് വെക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പുപൊടി വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നിൽ പ്രത്യേകിച്ച് ആട്ടപ്പൊടിയിലൊക്കെ വേഗം പൂപ്പലിട്ടാൻ സാധ്യതയുണ്ട്. അരിപ്പൊടി പിന്നെയും കൂടുതൽ കിട്ടും. അപ്പോൾ കണ്ടോ, ആട്ടപ്പൊടിയിലൊക്കെ പെട്ടെന്ന് നമുക്ക് പ്രാണികളും ചെള്ളൊക്കെ വന്ന് നിറഞ്ഞ് ഇതുപോലെ പ്രശ്നമുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരല്പം ഉപ്പുപൊടി ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് വെക്കുന്നതിന് തൊട്ടടിയിലായി ഒരുപാട് പ്രാണികളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഒരല്പം ഉപ്പുപൊടി വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ഭാഗങ്ങളിലുള്ള ചെള്ള്, അതുപോലെ കുഞ്ഞു പ്രാണികൾ, അങ്ങനത്തെ പ്രാണികളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ വാസറൊക്കെ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുപൊടിയിൽ ഒരല്പം തണുത്ത വെള്ളം, പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കോൾഡ് വാട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് തീർച്ചയായും നിങ്ങൾ മുക്കി വെക്കുകയാണെങ്കിൽ അത് ലൂസായതൊക്കെ നിങ്ങൾക്ക് ടൈറ്റ് ആക്കാൻ സാധിക്കുന്ന ഒരു ടിപ്പായിട്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായും ചെയ്ത് നോക്കാവുന്നതാണ്.